മോദിജി അങ്ങനെ വീണ്ടും അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു. ഒബാമയുടെ കാലത്ത് ഇതിനു മുൻപ് മോദിജി അമേരിക്കയിൽ പോയി ആഘോഷിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നോട്ടത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും ഉറ്റ ദോസ്തായ ട്രംപ് അദ്ദേഹത്തെ കാണാനാണ് പോയിരിക്കുന്നത്. പോർച്ചുഗൽ വഴി അമേരിക്ക എന്നതായിരുന്നു യാത്രാ പ്ലാൻ. പോർച്ചുഗലിലെത്തിയ മോദിജിക്ക് പക്ഷേ വേണ്ടത്ര മൈലേജ് കിട്ടിയില്ല. പോർച്ചുഗലിൽ കാറിൽ ചെന്നിറങ്ങിയ മോദിജിയുടെ ഫോട്ടോ എടുക്കാൻ ഒരു ക്യാമറാമാൻ പോലും ഉണ്ടായിരുന്നില്ലത്രേ. ക്യാമറാമാൻ വന്നിട്ടേ കാറിൽ നിന്ന് പുറത്തിറങ്ങൂ എന്ന് വാശി പിടിച്ചതോടെ ഏതോ കുറച്ച് ക്യാമറാമാന്മാരെ അധികൃതർ തേടിപ്പിടിച്ച് എത്തിച്ചു അത്രേ. എന്തായാലും പോർച്ചുഗലിൽ ഉണ്ടായ അനുഭവം മോദിജിക്ക് അമേരിക്കയിൽ ഉണ്ടാകാതിരിക്കട്ടെ. അമേരിക്കയിലേക്ക് പോകുന്ന മോദിജി കൂടെ ഇപ്രാവശ്യം ആരെയും കൊണ്ടുപോകുന്നില്ല കേട്ടോ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ പ്രത്യേകിച്ച്. ട്രംപ് ഭായിയെ കാണാനാണെന്ന് പറഞ്ഞാണ് ഇത്തവണ അമേരിക്കയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ കൊല്ലവും പോവാൻ ഇതെന്താ തീർത്ഥാടനമാണോ എന്നൊന്നും ആരും ചോദിക്കരുത്. അമേരിക്ക ഈസ് അമേരിക്ക. അമേരിക്കയിലെ ബിസിനസ്സുമാന്മാരെയൊക്കെ കണ്ട് സോപ്പിടാനും കൂടി ആയിട്ടാണത്രേ മോദിജി പോയിരിക്കുന്നത്. ദാ മോദിജി എത്തുകയാണ്. I have one more announcement to make. That is what it is. That is what it is. That is what it is. I have just got the information that the Prime Minister has already moved a couple of minutes back and he might be arriving at this place soon. Ladies and gentlemen, the Prime Minister of India, Sri Narendra Modi, is amidst us. Let us stand up and extend him a very, 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 very warm welcome. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൻ പ്രകാരം നിർമ്മിച്ച തോക്കുകൾ വേണ്ടെന്ന് ഇന്ത്യൻ സൈന്യം പറഞ്ഞിട്ട് ആഴ്ച ഒന്നേ ആയുള്ളൂ. സേനയ്ക്ക് വരെ വിദേശി മതി എന്നാണ് വാർത്ത. അതിനിടയിലാണ് മോദിജി അമേരിക്കയിലെ ഇന്ത്യൻ ബിസിനസ്സുകാരെ സുഖിപ്പിക്കാൻ പോയിരിക്കുന്നത്. प्रधानमंत्री बनने के बाद आप लोगों ने इतने बड़े बड़े समारोह ऑर्गेनाइज किए कि जिसकी गूंज आज भी दुनिया में सुनाई दे रही है. न सिर्फ अमेरिकन पॉलिटिकल लीडर्स लेकिन विश्व के पॉलिटिकल लीडर भी जब मिलते हैं तो उनके दिमाग में मेरी पहचान उस अमेरिका के इवेंट से शुरू होती है. സുധാകരൻ മന്ത്രി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വരെ പിക്കാസും കൈക്കോട്ടുമായി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. മുണ്ടും മടക്കി കുത്തി കിളച്ചു മറിക്കുക തന്നെ. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വേണ്ടത്ര മുൻകരുതലും മുൻകൈയും ഇല്ലായ്മയാണ് പനി പടരാനുള്ള കാരണം. ആരോഗ്യവകുപ്പ് അതിൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അവർ മാത്രം കഴിവ് വിനിയോഗിച്ചാൽ ഇത് പരിഹരിക്കാനാകും. അതുകൊണ്ട് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനിലും ത്രിതല പഞ്ചായത്തിലും ശക്തമായ പ്രവർത്തനം തീരുമാനിച്ചു. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും മരാമത്ത് വകുപ്പും ഇറിഗേഷൻ എല്ലാ വകുപ്പുകളും ചേർന്നുള്ള ഔദ്യോഗിക നീക്കമാണ് 27, 28, 29 തീയതികളിൽ കേരളമാകും ക്യാബിനറ്റ് തീരുമാനം. തിരുവനന്തപുരം കോർപ്പറേഷൻ പനി പിടിച്ചു കെട്ടാൻ ഇതാ 10-15 ഫോഗിംഗ് മെഷീൻ ഇറക്കിക്കഴിഞ്ഞു. മേയർ തന്നെ പുകയടിച്ച് ഉദ്ഘാടിക്കുകയും ചെയ്തു. ഫോഗിംഗ് മെഷീനുകളുടെ പ്രവർത്തനോദ്ഘാടനമാണ് നിർവഹിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നഗരത്തിൽ പല സ്ഥലങ്ങളിലും പനി വ്യാപകമാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഉറവിടമില്ലെങ്കിൽ കൊതുകില്ല, കൊതുകില്ലെങ്കിൽ ഡെങ്കിപ്പനിയില്ല എന്നുള്ളതാണ് നമ്മുടെ സ്ലോഗൻ. അത് കൃത്യമായി ഓരോ വീട്ടുടമസ്ഥനും മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുകയും ഇടപെടുകയും ചെയ്താൽ മാത്രമേ നമുക്കിതിനെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കൂ. പോളിടെക്നിക്ക് പഠിച്ചതുകൊണ്ട് മേയർക്ക് ഈ കോർപ്പറേഷൻ കാര്യമൊന്നും അത്ര ബലാല് പിടിച്ച പണിയല്ല. ഫോഗ് അടിപ്പിച്ച് സർവ്വ ക്ഷുദ്രജീവികളെയും കോർപ്പറേഷനിൽ നിന്ന് അകറ്റലാണത്രേ മേയറുടെ ലക്ഷ്യം. 2 ദിവസത്തിലൊരിക്കൽ വീടിനകത്ത് നമ്മുടെ പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കുന്തിരിക്കം പോലുള്ള കാര്യങ്ങൾ, ആയുർവേദ കൂട്ടുപയോഗിച്ചുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുകയ്ക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള സഹകരണം ഭാവിയിലും ഉണ്ടാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഫോഗിംഗ് മെഷീനുകളുടെ ഉദ്ഘാടനം നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിക്കുന്നതായി അറിയിച്ച് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പുതിയ 10 ഫോഗിംഗ് മെഷീനാണ് പുതുതായി ഈ പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പഴയതും കൂടെ ചേർത്തിട്ട് എല്ലാ പ്രദേശങ്ങളിലും ഇപ്പോൾ നമ്മൾ പ്രധാനമായും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന വീടുകളിലും പരിസരങ്ങളിലുമാണ് ഈ ഫോഗിംഗ് മെഷീൻ വെച്ച് ഫോഗിംഗ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. തൃശ്ശൂരിലെ BJP പ്രവർത്തകന്റെ നോട്ടടി വഴി BJP അവരുടെ റേറ്റിംഗ് വലിയ തോതിൽ ഉയർത്തിയിട്ടുണ്ട്. ഇതാ നോട്ടടിക്കൽ പരിപാടിയുടെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു തരാനായി ഒരു സഹോദരൻ വരുന്നു. BJPക്കാരുടെ ന്യായീകരണത്തിന് ഈ സഹോ കൊടുത്തതുപോലൊരു പണി വേറെ കൊടുക്കാനില്ല. സംഘമിത്രങ്ങളെ, ഇന്നൊരു ദുഃഖവാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ SN പുരത്ത് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. രാജീവ് എന്ന പേരുള്ള നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ള നോട്ടടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്.
എന്താണ് സംഘപ്രവർത്തകരെ അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. കള്ളനോട്ടടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇല്ല സംഘമിത്രങ്ങളെ, അദ്ദേഹം ഒരിക്കലും കള്ളനോട്ടടിച്ചിട്ടില്ല. അദ്ദേഹം റിസർവ് ബാങ്കിൽ അടിക്കുന്ന അതേ രീതിയിലുള്ള ശുദ്ധമായ നോട്ടാണ് അദ്ദേഹം വീട്ടിലടിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്ത്യ മഹാരാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് നോട്ട് നിരോധനം. ഈ നോട്ട് നിരോധനം മൂലം എത്ര പേരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്? അതുപോലെ തന്നെ നമ്മുടെ മോദിജിയെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള വ്യക്തികൾ ഒട്ടനവധി പേര് അസഭ്യം പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു അവസ്ഥ കേരളത്തിൽ വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ സംഘപ്രവർത്തകനായിട്ടുള്ള രാജീവ് അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ റിസർവ് ബാങ്കിൽ അടിക്കുന്ന അതേ രീതിയിലുള്ള ശുദ്ധമായ നോട്ട് അദ്ദേഹം വീട്ടിൽ അടിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രവൃത്തിയാണ് കള്ളനോട്ടടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരായിട്ടുള്ള ആൾക്കാര് അവരുടെ അധികാരം ഉപയോഗിച്ചിട്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അമർച്ച ചെയ്യാനുള്ള ഒരു ശ്രമമാണ് SN പുരത്ത് നടന്നിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ കേരളത്തില് തീർച്ചയായിട്ടും രാഷ്ട്രപതി ഭരണം കൊണ്ടുവരേണ്ടതുണ്ട്. അത് മാത്രമല്ല, രാജീവ് എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? നമ്മുടെ പാർട്ടിയിൽ രാജീവ് എന്ന് പറയുന്ന വ്യക്തി ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പാർട്ടിയുടെ അവസ്ഥ? വള്ളിയില്ലാത്ത വള്ളി ട്രൗസർ പോലെയായിരിക്കും നമ്മുടെ പാർട്ടിയുടെ അവസ്ഥ. എന്തായിരിക്കും വള്ളിയില്ലെങ്കിൽ വള്ളി ട്രൗസറിന്റെ അവസ്ഥ? ഊർന്നിറങ്ങിപ്പോവും. അതുപോലെ ആയിരിക്കും നമ്മുടെ പാർട്ടിയുടെ അവസ്ഥ. ആയതുകൊണ്ട് തന്നെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും വളരെ ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് രാജീവ് എന്ന് പറയുന്ന നമ്മുടെ സംഘപ്രവർത്തകനെ ജയിൽ മോചിതനാക്കാൻ രംഗത്ത് വരേണ്ടതുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം ജയിൽ മോചിതനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും ശക്തമായി തന്നെ രാജീവ് വിഷയത്തിൽ രംഗത്ത് വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. ജയ് ഹിന്ദ്. ബോലോ ഭാരത് മാതാ കീ. ഇനി ശബരിമലയിലേക്ക് പോകാം. അവിടെ ധ്വജസ്തംഭത്തിൽ രസമൊഴിച്ചതിന് 5 ആന്ധ്ര സ്വദേശികളെ പോലീസ് പൊക്കിയ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എന്തോ ഭീകരമായ സംഗതിയാണെന്ന് കരുതിയെങ്കിലും സംഗതി അന്നാട്ടുകാരുടെ ഒരു ആചാരമാണെന്ന് പിന്നീട് തെളിഞ്ഞു. ആചാരങ്ങൾ കൊണ്ട് തടി കേടായവർ എന്ന ബഹുമതി ഈ ആന്ധ്രാക്കാർക്ക് സ്വന്തം. ഇതുവരെയുള്ള സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്ത് സ്റ്റേറ്റ്മെന്റ് അകത്ത് വേറെ അപാകതകളൊന്നുമില്ല, ഇൻകൺസിസ്റ്റൻസി ഒന്നുമില്ല. അവർ പറഞ്ഞേക്കുന്ന എല്ലാം പത്മനാഭസ്വാമി ടെമ്പിൾ പോയത്, അവർ വന്ന സമയം പോകുന്ന സമയം അവർ ചെയ്ത കാര്യവും, പിന്നെ ഇത് കുറേ അവർ ഫോട്ടോഗ്രാഫ് തന്നെ എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങളും അവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും, പിന്നെ നമ്മൾ ആന്ധ്രയിൽ അവർ മേടിച്ച കാര്യങ്ങൾ ആ കടയിൽ നമ്മൾ വെരിഫൈ ചെയ്തു, അവരോട് സംസാരിച്ചു, കടക്കാരനോടും സംസാരിച്ചു. അപ്പോൾ ആന്ധ്രയിൽ ഇങ്ങനത്തെ അയാളൊരു 20 വർഷമായിട്ട് ഈ മെർക്കുറി ഇങ്ങനെ തന്നെ കുറേ ചടങ്ങുകൾക്ക് വിൽക്കുന്ന ഒരു കാര്യം നമുക്ക് ദുരൂഹതയോ ഇൻകൺസിസ്റ്റൻസിയോ അല്ലെ കള്ളവാ പറഞ്ഞേക്കെന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും ടാലി ആവുന്നു. സംഗതി തെളിയിക്കാൻ കേരള പോലീസ് പാടുപെട്ടു. കാരണം പിടിക്കപ്പെട്ടവർക്ക് മലയാളം അറിയില്ല, ഓൺലി തെലുങ്ക്. അപ്പോൾ പിന്നെ ചോദ്യം ചെയ്യലിൻ്റെ കാര്യം പറയണ്ടല്ലോ. ആന്ധ്രയിലോട്ട് ഒരു ടീം ഇന്ന് തന്നെ വിടും. അത് CIന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഇപ്പം തന്നെ പോകുന്നതായിരിക്കും. ആന്ധ്ര ടീം വന്നു കഴിഞ്ഞാൽ അവരോട് കോർഡിനേറ്റ് ചെയ്ത് പോകുന്നത്.